നേതാക്കളെ കാണാൻ പ്രവർത്തകർ വരും, അതിൽ അസ്വാഭാവികതയില്ലെന്ന് AK ശശീന്ദ്രൻ 24നോട്. പ്രവർത്തകരെത്തുന്നത് ആശയവിനിമയം നടത്താനാണ്. താനൊരു ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടില്ലെന്നാണ് AK ശശീന്ദ്രന്റെ പക്ഷം. യോഗങ്ങൾ ചേരുന്നത് ഞാനറിയില്ല. ആ താല്പര്യം കാണിച്ചിട്ടുണ്ട് അവരെ കാണുന്നതിന്. കാരണം ഇപ്പൊ എന്നെ കാണുന്നതിനോ ചാക്കോയെ കാണുന്നതിനോ അതൊക്കെ അവർക്കുള്ള പ്രശ്നങ്ങൾ പറയാനായിരിക്കുമല്ലോ. പറയട്ടെ, അവർ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തുന്നില്ല, നേതാക്കന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് പാർട്ടിയെ സജീവമാക്കാൻ, ഗുരുതരമായ തോൽവിയുണ്ടായ പശ്ചാത്തലത്തിൽ പാർട്ടിയെ സജീവമാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനാണ്. പ്രശ്നങ്ങളെ അതിജീവിച്ച് എങ്ങനെ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ആശയവിനിമയം നടത്താം. ഒരു കുട്ടനാട് 2 സീറ്റിൽ മത്സരിച്ചു, 2 തോറ്റു, അല്ല 3 തോറ്റു. അത് കനത്ത തോൽവിയാണ്. മുന്നണിക്കുണ്ടായ കനത്ത പ്രവർത്തനമാണ്. രണ്ടും കൂടി വന്നപ്പോൾ കനത്ത ആഘാതമാണ് പാർട്ടിക്കുണ്ടായിരുന്നത്, പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടായിരുന്നത്. അപ്പൊ അത് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മുമ്പോട്ട് പോകാൻ ആശയവിനിമയം നടത്തുന്നതിന് നേതാക്കന്മാർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഗ്രൂപ്പ് യോഗമാവില്ല. ദീപക് തമ്മിലും കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതെല്ലാം നമ്മുടെ നാട്ടിലെ യുവതലമുറ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റത്തിൻ്റെ കാറ്റടിക്കുന്ന കാലത്ത് ഇതൊക്കെ AK ശശീന്ദ്രനെ പോലെയുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പരാജയത്തിന് പാഠം പഠിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ യുവതലമുറ മാത്രമല്ല മൊത്തം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ശൈലി മാറ്റവും അതുപോലെ നേതൃമാറ്റവും എല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലത്താണ് ഈ ഗ്രൂപ്പ് യോഗങ്ങളുടെയൊക്കെ നടക്കുന്നത്. പക്ഷേ ഗ്രൂപ്പ് യോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുൻമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് താൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ പരാജയം, പ്രത്യേകിച്ചും എലത്തൂരിലെ പരാജയം ഒരു പ്രധാനപ്പെട്ട പരാജയമാണ്. കാരണം ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ടയായിട്ടാണ് എലത്തൂരിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എന്നാൽ ചോദിക്കും പയ്യന്നൂരിലും തളിപ്പറമ്പും ഒക്കെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന്. പക്ഷേ അവിടുത്തെ പ്രശ്നം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടിയിൽ നിന്നും ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മത്സരിക്കുന്നു, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. അത് ഇടതുപാളയത്തു നിന്ന് CPM-ൽ നിന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ എതിരായി മത്സരിച്ചു എന്നുള്ളതാണ്. പക്ഷേ എലത്തൂരിൽ അങ്ങനെയല്ല. എലത്തൂരിൽ എത്രയോ കാലമായി മത്സരിക്കുന്നു AK ശശീന്ദ്രൻ തോൽക്കുന്നതിൽ NCP-യിലെ ഒരു വിഭാഗത്തിന് വലിയ പങ്കുണ്ട്. ഈ തരംഗം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം തരംഗമായിട്ടും അഴീക്കോടിൽ സുമേഷ് തോറ്റില്ല, അങ്ങനെയുള്ള കാര്യമുണ്ട്. ബേപ്പൂരിൽ റിയാസ് തോറ്റില്ല. അങ്ങനെ അടിസ്ഥാന വോട്ടിൽ ജയിപ്പിക്കാനുള്ള വോട്ട്, അടിസ്ഥാന വോട്ട് എത്ര തരംഗമായാലും നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. പക്ഷേ അവിടെയാണ് പരാജയം. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളും നടക്കുന്നതിനിടയിലാണ് ഒരുപക്ഷെ ആദ്യമായാണ് AK ശശീന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഗ്രൂപ്പ് യോഗങ്ങൾ, തോമസ് K തോമസിൻ്റെ ഗ്രൂപ്പ്, അതുപോലെ AK ശശീന്ദ്രൻ്റെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ PC ചാക്കോവിൻ്റെ ഗ്രൂപ്പ്. തോമസ് K തോമസിനെ മാറ്റാൻ വേണ്ടിയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ PC ചാക്കോവിനെ കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കാനും തയ്യാറല്ല. ഏതായാലും ഇതിനിടയിൽ ഒരു സമവായ പ്രസിഡന്റായി ആര് വരും എന്നുള്ളതാണ് കാത്തുനിന്ന് കാണേണ്ടത്. SK പറഞ്ഞതുപോലെ ഈ തലമുറ മാറ്റം എന്നുള്ളത് NCP-യിൽ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് AK ശശീന്ദ്രൻ 24നോട് സംസാരിച്ചത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.